ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ചിന്നു. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോകണം. എല്ലാ ബിഗിനേഴ്സിനും ഉണ്ടാക്കാൻ പറ്റണം. വളരെ എളുപ്പമാട്ടോ, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മളുടെ സിമ്പിളായിട്ടുള്ള ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വേണ്ടെങ്കിൽ നമ്മളുടെ ഒണിയൻ വേണം 2 എണ്ണം, പച്ചമുളക് ഒരു 4 എണ്ണം, പിന്നെ ചിക്കൻ ബ്രസ്റ്റ് പീസാണ്, പിന്നെ പൊട്ടാറ്റോ വേവിച്ചത് കേട്ടോ. ഉപ്പും ഒന്നും ഇട്ടിട്ടില്ല, വെറുതെ പൊട്ടാറ്റോ വേവിച്ചത്, പിന്നെ 2 മുട്ട വേണം, അതുപോലെ തന്നെ ബ്രെഡ് ക്രംസ് വേണം കേട്ടോ. ബ്രെഡ് മിക്സിയിലിട്ടിട്ട് പൊടിച്ചതാട്ടോ, അല്ലെങ്കിൽ റസ്ക് പൊടിച്ചതായാലും കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും സംഭവങ്ങളും മതി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചിക്കനിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കുരുമുളകും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ മാഗ്നേറ്റ് ചെയ്തതിന് ശേഷം നമ്മളതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വേവിച്ചെടുത്തതിന് ശേഷം നമ്മളത് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒരു അടി അടിക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്കത് ചെറിയ പീസസ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കത് വേണം. പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാനിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ആഡ് ചെയ്യണേ. അതിലേക്ക് കുറച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള 2 സബോളയും അതുപോലെ തന്നെ 4 പച്ചമുളകും ഇട്ടിട്ട് നല്ല രീതിയിൽ വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊരു നന്നായിട്ട് വഴണ്ടതാവാൻ കിട്ടണ്ട, ഒരു ഗോൾഡൻ കളർ ആവാൻ നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് വാടിയത് കാണുമ്പോൾ നമ്മൾക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി വേണം, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. കാരണം നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പാട്ടോ ചേർക്കണ്ടേ. ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റണ വളരെ സിമ്പിളായിട്ടുള്ള ചിക്കൻ കട്ട്ലേറ്റ് ആണ്. ഇതെല്ലാ ബിഗിനേഴ്സിനും ട്രൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത്ര എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടു, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു, കുരുമുളക് പൊടി ഇട്ടു, പിന്നെ ഗരം മസാല ആഡ് ചെയ്തു കേട്ടോ. എന്നിട്ട് എല്ലാം കൂട്ടിയിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. അപ്പോൾ പച്ചമണമൊക്കെ മാറണ വരെ വഴറ്റിയതിന് ശേഷം നമ്മളെ ചിക്കൻ മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ മസാലയുടെ ഒപ്പം നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബ്ലെൻഡ് ചെയ്തിട്ട് യോജിച്ചതിന് ശേഷം നമ്മൾ പൊട്ടാറ്റോ വേവിച്ച് വെച്ചിട്ടില്ലേ, അതും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ചിക്കൻ നല്ല രീതിയിൽ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടിയിട്ട് ഉപ്പും കുരുമുളകും എല്ലാം കൂടിയിട്ട് നല്ല രീതിയിൽ മിക്സ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 3 to 4 മിനിറ്റ്സ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് നമ്മളുടെ പൊട്ടാറ്റോ വേവിച്ച് വെച്ചത് നമ്മൾ ഉടച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ഉപ്പൊന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് പൊട്ടാറ്റോ വേവിച്ചതാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ തണുപ്പാറിയതിന് മീൻസ് ചൂടാറിയതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്യണേ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഒരു കുറച്ച് നേരം യോജിപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും നമ്മളുടെ എല്ലാതും മസാലകളും ഈ സമയത്താണ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ടത്. എന്തെങ്കിലും മസാലകൾ കുറവുണ്ടോ, ഉപ്പോ കുരുമുളകോ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ഇപ്പോഴാട്ടോ നമ്മൾ നോക്കണ്ടേ. എന്നിട്ട് അതിന് കുറവിനനുസരിച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനാണെങ്കിൽ ഇതെല്ലാം കൂടിയിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാലാണ് നമുക്ക് എല്ലാ മസാലയും എല്ലാം പിടിച്ചതിന് ശേഷം നമുക്ക് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ട് ഇത് ചൂടാറിയതിന് ശേഷം ഉരുട്ടാട്ടോ. ഏത് ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഷേപ്പിൽ നമ്മൾ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നമ്മൾ മുട്ടയിൽ മുക്കിയിട്ട് അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യം എന്താ എളുപ്പത്തിന് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം എല്ലാതും ഞാൻ മുട്ടയിൽ മുക്കും, അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ജസ്റ്റ് ഒന്ന് ഇതാക്കും കേട്ടോ. അപ്പോൾ ഇതാക്കിയതിന് ശേഷം നമ്മളിത് വറുത്തെടുക്കുകയാണ്. ഇത്രയും ഭയങ്കര സിമ്പിളാട്ടോ. ഇതേ ഒരു 4 മിനിറ്റിൽ സംഭവം തീർന്നു. അപ്പോൾ ഇത്രയും സ്വാദിഷ്ടമായിട്ടുള്ള കട്ട്ലേറ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ എടുക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.